ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് മൈസൂരാണ്. മൈസൂർ സൂ കാണാൻ വന്നതാണ്. സൂവിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നെൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കർണാടക KSRTC ബസ്സിലാണ് ഉള്ളത്. നമ്മളിനി പോകുന്നത് സൂവിലേക്കാണ് പോകുന്നത്. സൂവിലേക്ക് പോകുന്ന സിറ്റി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വേണം സൂവിലേക്ക് പോകാൻ. അപ്പോൾ സിറ്റി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ടോ. അടിപൊളി അക്കേഷ്യ മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളാണ് നമുക്ക് ബസ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ബസ് കയറുന്ന സ്ത്രീകൾ കണ്ടോ, എല്ലാവരും ആധാർ കാണിച്ചിട്ടാണ് ബസ്സിനകത്ത് കയറുന്നത്. ആർക്കും പൈസ കൊടുക്കണ്ട. കർണാടക KSRTC ബസ്സിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകൾക്കൊന്നും പൈസ കൊടുക്കണ്ട. അവരെല്ലാം ആധാർ കാണിച്ചിട്ട്. ഈ ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറുമായിട്ട് ഒരാളേ ഉള്ളൂ. ഫ്രണ്ട് ഡോർ വഴി കയറിയിട്ട് അവരുടെ അടുത്താണ് ഇതെല്ലാവരും ആധാർ കാണിക്കുന്നത്. ആധാർ കാണിച്ചിട്ടാണ് സ്ത്രീകൾ മുഴുവൻ ഈ ആധാർ കാണിച്ചാണ് യാത്ര ചെയ്യുന്നത്. പുരുഷന്മാർ മാത്രമേ ഈ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. വേണ്ടോ, ആളെ കയറ്റുന്നതും പിന്നെ ടിക്കറ്റ് കൊടുക്കുന്നതും എല്ലാം ഈ ഡ്രൈവർ തന്നെയാണ് കൊടുക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെ ഇതിൽ യാത്ര ചെയ്യാം. ഇത് സിറ്റി ബസ് സ്റ്റാൻഡിൽ നമ്മൾ പിന്നെ സൂവിലേക്ക് പോകുന്ന ഭാഗത്തും പിന്നെ റോഡിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. നല്ല കെട്ടിടങ്ങൾ, അടിപൊളിയായുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടോ. അവിടെ മുകളിൽ കണ്ടോ, നല്ല അടിപൊളി കെട്ടിടം. അതൊരു പള്ളിയാണെന്ന് തോന്നുന്നു. അതൊരു പള്ളിയാട്ടോ. ഒരു ചർച്ചാണ്, ചർച്ചിൻ്റെ ഭാഗങ്ങളാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വീഡിയോകൾക്ക് ശേഷം ഞങ്ങൾ വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വീണ്ടും ട്രാവൽ വീഡിയോ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി വ്യത്യസ്തങ്ങളായ ട്രാവൽ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായി എഴുതി അറിയിക്കുകയും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ട്രാവൽ സിറ്റി 916 എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. മൈസൂരിലെ ഏറ്റവും വലിയൊരു അക്വേറിയം ഉള്ള സ്ഥലം അണ്ടർവേൾഡ് ടണൽ. അത് കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണാം. ഇപ്പോൾ നമ്മൾ സൂവിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ ഹംപിയിലേക്ക് പോകുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം 6 മണിക്കേ ട്രെയിനുള്ളൂ. 6 മണിക്ക് ട്രെയിനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് സൂ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ സൂവിലേക്ക് പോകുന്നത്. സമയമില്ല. സമയം ഉണ്ടായിരുന്നു നമുക്ക് ഈ അണ്ടർവേൾഡ് ടണലും കൂടി ഒന്ന് കാണാൻ വേണ്ടി കയറാമായിരുന്നു. പക്ഷെ നമുക്ക് ടൈമില്ല. സൂ തന്നെ കാണാൻ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി ഈ അണ്ടർവേൾഡ് ടണലും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. എന്നാൽ അടിപൊളിയാണെന്ന് തോന്നുന്നു. വലിയൊരു പിന്നെ കമാനമൊക്കെ അത് രൂപീകരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ മുന്നിൽ. അതിൻ്റെ അകത്തേക്ക് കണ്ടോ ആൾക്കാരെല്ലാം കയറിപ്പോകുന്നത്. അതാണ് അണ്ടർവേൾഡ് ടണലിൽ അതിൻ്റെ ഒരു കാഴ്ചകളാണ്. നല്ല അടിപൊളി കമാനമൊക്കെ വെച്ചിട്ടുണ്ടോ. ഈ കാണുന്നതൊക്കെ മൈസൂർ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്, പാലസിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ അതിലൂടെയാണ് ഇപ്പം സൂവിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. മൈസൂർ പാലസിൻ്റെ ഭാഗങ്ങളാണിത്. ഇത് മൈസൂർ പാലസിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ ഭാഗങ്ങളെല്ലാം മൈസൂർ പാലസിൻ്റെ ഭാഗങ്ങളാണ്. ആ ഭാഗത്തേക്കുള്ള ട്രാൻസ്പോർട്ടിങ് ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നല്ല തിരക്കാണ്. ട്രാഫിക് ജാം നല്ല തിരക്കാണ്. നമ്മൾ കയറിയ ബസ്സിലും നല്ല തിരക്കുണ്ട്. ഈ ബസ് സ്റ്റാൻഡ് KSRTC സർക്കിൾ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുന്ന റോഡാണത്. ഇതുണ്ടോ, ഐ ലവ് യു മൈസൂർ എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ചുണ്ടോ. തിരക്കുള്ള റോഡാണ്. ഇതുകൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ.
വലിയ ലഗേജൊന്നും നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലഗേജ്, ബാഗ്, അതുപോലുള്ള പിന്നെ പിന്നെ വെള്ളം പോലും കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ കൗണ്ടറിൽ പിന്നെ ബുക്കിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ 15 രൂപ കൊടുത്ത് 15 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാഗുകളൊക്കെ അവിടെ സൂക്ഷിക്കാം. നമുക്കതിന് ഫ്രീ ആയിട്ട് കയറാം. പിന്നെ ക്യാമറയ്ക്ക് 200 രൂപ കൊടുക്കണം ഇതിനകത്തേക്ക്. പിന്നെ നമുക്ക് ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് പെർ ഹെഡ് അങ്ങനെ എടുക്കണം. എന്നിട്ട് വേണം സൂവിനകത്തേക്ക് കയറാൻ വേണ്ടി. ക്യാമറക്കാണ് ഭയങ്കര പൈസ. ട്രൈപ്പോഡ് പോലും അവർ അനുവദിക്കില്ല ഇതിനകത്തേക്ക് കയറാം. നമ്മളെ മൊത്തം ചെക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ സൂവിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. ഇനി നമ്മൾ സൂവിനകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മയിൽ ഉണ്ടാവും. മയിൽ കുഞ്ഞുങ്ങളും വലുതും ഒക്കെ ആയിട്ട് കുറേ എണ്ണങ്ങൾ ഇതിനകത്തുണ്ട്. സൈഡ് മുഴുവൻ നല്ല അടിപൊളി ലവ് ബേർഡ്സുകളാണ്. ഒരു വലിയ കൂടിനകത്ത് നിറയെ ലവ് ബേർഡ്സുകളാണ്. ലവ് ബേർഡ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇതിനകത്ത്. ലവ് ബേർഡ്സുകളാണ് ഇതിനകത്ത് നിറയെ. ഇത് കണ്ടോ, ഒരു വണ്ടി പോകുന്നുണ്ടോ? ഈ ഒരു വണ്ടിക്ക് നമുക്ക് പെർ ഹെഡിന് 200 രൂപയാണ്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കയറി പോകാം. അതിന് ടിക്കറ്റ് എടുത്തൊരു ക്യൂ നിൽക്കണം. 200 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ ഈ സൂവിനകത്ത് എല്ലാ സ്ഥലത്തും അവർ കറക്കി അതെല്ലാം കാണിച്ചിട്ട് നമ്മൾ കൊണ്ടുവരും. 200 രൂപയാണ് പെർ ഹെഡ്. വണ്ടിയാണോ? ഇവർ നമുക്ക് അതിൻ്റെ വിവരണമൊക്കെ പറഞ്ഞുതരും. ഇതിൻ്റെ ഡ്രൈവർമാർ നമുക്കതിൻ്റെ വിവരണമൊക്കെ പറഞ്ഞുതരും. ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിവരണവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന് സ്ലോയിൽ പോവുള്ളൂ. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഹൈറ്റുള്ള കാലുള്ള കൊക്കുകളാണ്. അതെന്താണ് ചേരം കൊക്ക അങ്ങനെ എന്തോ പറയുന്നത്. ഇതുണ്ടോ? വെള്ളമയിലിനെ കണ്ടോ? ഇതുണ്ടോ? ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളമയിലും അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് അടുത്തൊക്കെ. കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ അടുത്ത് വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി. കണ്ണൊക്കെ അതിൻ്റെ സൈഡൊക്കെ ചുമന്ന കളറൊക്കെ ആയിട്ട്. കോഴി തന്നെ, നമ്മുടെ നാടൻ കോഴീനെ പോലെ തന്നെ, പക്ഷെ കാണാൻ നല്ല സ്റ്റൈലാണ്. കുറച്ച് നീളം കൂടുതലുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ് സ്വർണ്ണ കളറുള്ളതാണ്. ഇതിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുണ്ടോ? ഇതും അതുപോലത്തെ വേറൊരു വെർഷനാണ്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ അത് അടുത്തേക്ക് വരുന്നില്ല. വളരെ ദൂരെ പോവുക. അത് അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊന്നുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഈ ഭാഗങ്ങൾ മുഴുവൻ പക്ഷികളാണ്. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും നമുക്കത് പിന്നെ അതിൻ്റെ കരച്ചിലും ഒക്കെ കാണാൻ വേണ്ടി നല്ല പിന്നെ ഭംഗിയുണ്ട് കാണാൻ. അത് എന്താ രസം എന്നറിയാം, നമുക്കൊരു കാട്ടിൽ പോയൊരു പ്രതീതി കിട്ടുന്നുണ്ട് ഈ ഭാഗത്തൂടെയൊക്കെ നടന്ന് കാണുമ്പോൾ. ഇത് കണ്ടോ, ഇങ്ങോട്ടൊക്കെ നോക്കിക്കോ. ഇതിൻ്റെയൊക്കെ മേൽഭാഗത്തൊക്കെ ഇരിക്കുന്നുണ്ട്, തത്തകളുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതുങ്ങൾ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുക. നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുക. ഇത് കണ്ടോ, അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളുണ്ടോ? അവയൊക്കെ താഴെ ഇറങ്ങിയിരിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പൊക്കത്തിലായിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ കണ്ടോന്ന് ഭയങ്കര ക്ലൗഡാണ്, നല്ല തിരക്കുമാണ്. ഇന്ന് മുഴുവൻ നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത്. ശനിയാഴ്ചയും പിന്നെ 4ാം ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് അവധി ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടെല്ലാം മുകളിൽ കയറിയിരിക്കും. സിംഹവാലം കുരങ്ങുണ്ട്. അവൻ്റെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്.
മൃഗങ്ങളെല്ലാം വളരെ ദൂരെ ആയിരിക്കും. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് അടുത്തേക്ക് വരും. അത് ചിലതൊക്കെ കുറേ ടൈമുകൾ നമ്മൾ കാത്തിരുന്നിട്ടാണ് അതെല്ലാം അടുത്ത് വരുന്ന ഒരു കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. സിംഹവാലിനെയും കണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നു. അവിടെ ഗൊറില്ലയാണ്. ഗൊറില്ല നമുക്ക് പിന്നെ ഒരുപാട് സമയം കാത്തു നിന്നിട്ടാണ് നല്ല അടിപൊളിയായ കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റിയത്. കുറേ മണിക്കൂറുകളോളം അതിന് നമ്മൾ കാത്തിരുന്നിട്ടാണ് അവന് ഇരുന്നെടുക്കുന്നൊന്ന് എഴുന്നേക്കുകയും ചെയ്തത്. ആ കാഴ്ചകളാണ് കാണുന്നത്. ഒരു സൈഡ് വന്നു കഴിഞ്ഞപ്പോൾ സീബ്രയാണ് കാണുന്നത്. സീബ്രേൻ്റെ കാഴ്ചകളാണ്. ഇവിടെ നമ്മൾ കാണുന്ന കരടീൻ്റെ കാഴ്ചകളാണ്. കരടി കുറേ ദൂരെയാണ് ഉള്ളത്. അത് നമുക്ക് അടുത്തേക്ക് കിട്ടുമോ നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്തേക്ക് കിട്ടിക്കഴിയുമ്പോൾ കരടീൻ്റെ കാഴ്ചകൾ കാണാം. കാട്ടുപട്ടികളാണ് എനിക്ക് കാണാൻ പോകുന്നത്. അതൊക്കെ കുറേ ദൂരെയുള്ള എല്ലാ മൃഗങ്ങളും വളരെ ദൂരെയായിരിക്കും. നമ്മൾ ഒരുപാട് സമയം കാത്തു നിന്നിട്ടാണ് ഓരോ വീഡിയോയും എടുക്കുന്നത്. കാട്ടുപട്ടികളെ കാഴ്ചയാണ് നമ്മളിനി കാണുന്നത്.
ഇവിടെയൊക്കെ കണ്ടോ വിശ്രമിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പിന്നെ എത്തുന്നിടത്തെല്ലാം നമുക്ക് നല്ല വാട്ടർ പിന്നെ ഫിൽട്ടർ ചെയ്ത ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ വലിയ മരങ്ങളും കാര്യങ്ങളിലും ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം തണലുണ്ട്. തണലിൽ കൂടെ നടന്ന് നമുക്ക് നടക്കാത്തവർക്ക് ആ വണ്ടിക്ക് വരാം കേട്ടോ. വണ്ടിക്ക് പിന്നെ നമുക്ക് ഇതിനകത്തൂടെ എല്ലാം കയറി എല്ലാ കാഴ്ചകളെല്ലാം കണ്ടുപോകാം. ഇത് കുറച്ചുകൂടെ നല്ലത് നടക്കുന്നതാണ്. വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് ഓരോ സ്ഥലത്ത് നിർത്തി പോവുകയുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് ഒരു വലിയ മാൻകൂട്ടാണ്. ഇഷ്ടം പോലെ മാനുകളുണ്ട്. അത് പിന്നെ കർണാടകത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വഴിയിലൊക്കെ തന്നെ മാനുകളെ കാണാം. മാൻകൂട്ടത്തിൻ്റെ കാഴ്ചകളെ കാണാം. ഇത് മാനിൻ്റെ കൂട്ടങ്ങളാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത് കണ്ടോ, അടുത്ത് അവിടെ പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അതുങ്ങളെല്ലാം പുല്ല് തിന്ന് അടുത്ത് നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയതുകൊണ്ട്. എത്ര എണ്ണാന്ന് നോക്കിയാൽ ചെറുത് മുതൽ വലുത് വരെ. ചിലതിനൊക്കെ കൊമ്പുകളൊക്കെ കണ്ടോ. ഇനി പമ്പം കാട്ടുപോത്തുകൾ കിട്ടുന്നുണ്ട്. ഭയങ്കര കൂറ്റം വലിപ്പമുള്ള കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആനേൻ്റെ കാഴ്ചകൾ കാണാം. ഒരുപാട് ആളുകൾ കണ്ടോ ആനേനെ ഒന്ന് കാണുന്നുണ്ടോ. ഇവിടെ ആനയാണുള്ളത്. ആനേൻ്റെ കാഴ്ചകളാണ്. ആന പിന്നെ പുല്ല് പറിച്ച് ചൂടുകൊണ്ടാണെന്ന് തോന്നും പറിച്ച് ഇങ്ങനെ പുറത്ത് മുഴുവൻ ഇട്ടിരിക്കുക. ചൂടുകൊണ്ടായിരിക്കും അത് ഇട്ടിട്ട് അത് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടോ ഭയങ്കര നീളമുള്ള കൊമ്പുള്ള ഒരു ആന കണ്ടോ. കൊമ്പ് മുന്നിൽ മുറിച്ചും തോന്നും. അതുകൊണ്ട് ആ കൂർമ്മിച്ച ഭാഗങ്ങളില്ല. എന്നാലും ഭയങ്കര നീളം ആ കൊമ്പിന്. ആ കാഴ്ചകൾ കണ്ടോ. സൂ മൊത്തം നമുക്ക് ഇവിടെ ഇരുന്ന് വേണേ കാണാം. ഇവിടെ ഡിജിറ്റലായിട്ട് അത് കാണിക്കുന്നുണ്ട്. നല്ല ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് ഫുള്ള് ഇങ്ങനെ ഡിജിറ്റലായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും. വീരാട് ഡോബ്ലി എന്ന് പറഞ്ഞ രണ്ട് പിന്നെ കാണ്ടാമൃഗങ്ങളാണ്. അത് 2011-ലും 2013-ലും ഇവിടെ കൊണ്ടുവന്ന രണ്ട് മൃഗങ്ങളെയാണ് ഇപ്പോൾ കാണുന്നത്. മാനിനേക്കയും കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. അതിന് ചിലതിനൊക്കെ കൊമ്പുകളൊക്കെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ
മുതലകൾ കിടക്കുന്നുണ്ടോ, നല്ല ഇങ്ങനെ എന്താ പറയുക, സ്റ്റാച്ചു പിന്നെ പ്രതിമയൊക്കെ ചെയ്ത് വെച്ച പോലത്തെ കിടക്കുന്നുണ്ടോ, അനങ്ങാതെ. ചിലത് വെള്ളത്തിലുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജിറാഫിനെയാണ്. ഒരു സൈഡിൽ ചെറുതുകളും ഒരു സൈഡിൽ വമ്പം വലിപ്പമുള്ളതുമാണ് കാണുന്നത്. ആ കാഴ്ചകളാണ്. ഹൈന കണ്ടോ, ഭയങ്കര ഡേഞ്ചറായൊരു മൃഗമാണ്. പട്ടിയല്ല കുറുക്കനും അല്ലാത്തൊരു സാധനം. ഹൈന എന്നാണ് അതിന് പറയുന്നത്. അതിനെ അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അതിലിങ്ങനെ നടക്കുന്നുണ്ടോ, രണ്ടെണ്ണം ഇതിനകത്ത് കൂടിനകത്തുണ്ട്. ഇതിനെയാണ് ഹൈന എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് സ്നേഹിക്കുകളെ കാണാനാണ് പോകുന്നത്. ആ ഭാഗത്തേക്കാണ് ഇനി.
സൂവിൻ്റെ അകത്തെ കാഴ്ചകൾ നല്ല മനോഹരം. നമുക്ക് 100 രൂപ നഷ്ടമൊന്നുമില്ല. നല്ല കാഴ്ചകൾ കണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടക്കാം. ഹായ്, അങ്ങനെ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മൈസൂർ സൂവിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.